സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ശൗര്യക്കുട്ടിയുടെ തല കണ്ട് എമിലി ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. പറ്റേ വെട്ടിയിരിക്കുന്നു. മൊട്ടയടിച്ചില്ല എന്നൊരു വ്യത്യാസം മാത്രം. എമിലി ഉടൻ വിൻസിയെ വിളിച്ച് ചോദിച്ചു, ഇവൻ്റെ തല എന്തിനാടി മൊട്ടയടിച്ചേ? മൊട്ടയടിച്ചതല്ല, നീളം കുറച്ച് വെട്ടിയേക്കാൻ പറഞ്ഞു, അത്രയുള്ളൂ, വിൻസി പറഞ്ഞു. നീ കണ്ടില്ലായിരുന്നോ ബാർബർ ഇവൻ്റെ മുടി വെട്ടുന്നത്? ഡെന്നിച്ചിന് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിള്ളേരെയും കൂട്ടി ബേക്കറിയിലോട്ട് പോയി സർബത്ത് മേടിച്ചു കൊടുക്കാൻ. നിനക്ക് പറഞ്ഞിട്ട് പോകാൻ വയ്യായിരുന്നോ ഇത്രയും പറ്റി വെട്ടരുതെന്ന്? ഞാനോർത്തോ ആ ബാർബർ ഇങ്ങനെ ചെയ്യുമെന്ന്? നീ പറയാതെ അയാൾ ഇത് ചെയ്യൂല, ഒരു ബാർബറും ചെയ്യൂല. നീളം കുറച്ച് വെട്ടാൻ പറഞ്ഞതിന് അയാൾ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ആരറിഞ്ഞു? എന്നിട്ട് നീ ചോദിച്ചില്ലേ അയാളോട് എന്തിനാ ഇങ്ങനെ വെട്ടിയെന്ന്? എമിലി ചോദിച്ചു. പിന്നെ ചോദിച്ചിട്ടെന്താ കാര്യം? മുടി മുറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, വിൻസി വാദിച്ചു. കുഴപ്പമില്ല എമിലി, ഇത്തിരി കുറ്റിത്തലമുടിയാണെന്നേ ഉള്ളൂ. ശൗര്യക്കുട്ടിക്ക് ഇതും ഇണങ്ങുന്നുണ്ട്. ഒരു കൊച്ചു റൗഡിയെപ്പോലെ തോന്നും. കുഞ്ഞന്ന സംഭവം ഒന്ന് ലഘൂകരിക്കാനായി പറഞ്ഞു. അമ്മേ, ഡെന്നിച്ചിൻ്റെ മുടിയും ഇങ്ങനെ വെട്ടിയതെങ്കിൽ കുഴപ്പമില്ല. അവൻ്റെ മുടി നന്നായിട്ട് വെട്ടിച്ചു. അവള് നീളം കുറയ്ക്കണമെന്നും പറഞ്ഞില്ല, വണ്ണം കുറയ്ക്കണമെന്നും പറഞ്ഞില്ല. ശൗര്യക്കുട്ടിയുടെ മുടി വെട്ടാൻ നേരത്ത് അവൾക്ക് എന്നത്തിൻ്റെ സൂക്കേടായിരുന്നു നീളം കുറയ്ക്കണമെന്ന് പറയാഞ്ഞിട്ട്. ശൗര്യയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പറഞ്ഞതാണോ അവള്? അതിനൊരു ഉത്തരം പറയാൻ കുഞ്ഞണ്ണയ്ക്ക് കഴിഞ്ഞില്ല. എന്താ അമ്മ ഒന്നും പറയാനില്ലേ? എടി എമിലി, മുടിയല്ലേ, അത് പെട്ടെന്ന് വളർന്നോളും. മുടി വളരും, എനിക്കറിയാം. അവിടെ കയ്യിലിരിപ്പോ അതിനെന്തെങ്കിലും മാറ്റം വരുമോ? കൊച്ചിൻ്റെ തല കാണിച്ചു വെച്ചിരിക്കുന്നു. ആരും ചോദിക്കാനില്ലെങ്കിൽ അവൾ അവൻ്റെ കഴുത്തും കൂടി വെട്ടാൻ പറയൂലോ. എമിലിയുടെ രോഷം അടങ്ങുന്നില്ല. ശൗര്യക്കുട്ടിയാണെങ്കിൽ ഉദാസീനായി തലയും കുനിച്ച് തിണ്ണയിലിരിപ്പാണ്. അവൻ എന്ത് സങ്കടമായി കാണും. ഇരിപ്പ് കണ്ടില്ലേ? അവൻ അറിഞ്ഞും കൂടിയില്ല, വിൻസി പറഞ്ഞു. പിന്നെന്തിനാ അവൻ കെറിവിച്ചിരിക്കണേ? അതെ അമ്മയെ, അതുണ്ടല്ലോ, ജാനറ്റ് പറയാൻ ഭാവിച്ചപ്പോഴേക്കും വിൻസി അവളെ കണ്ണടച്ച് കാണിച്ചു. ഡെന്നിച്ചിന് കാര്യം മനസ്സിലായി. എനിക്കറിയാം, അവനൊന്ന് തുള്ളിച്ചാടി. നിനക്കൊന്നും അറിയത്തില്ല, പോ, വിൻസി അവനെ ശാസിച്ചു. എന്താടി കാര്യം? എമിലി ജാനറ്റിനോട് ശാസനാസ്വരത്തിൽ ചോദിച്ചു. അമ്മയും വിൻസിയും ഇടം കണ്ടിട്ട് നോക്കിയിട്ട് അവൾ പറഞ്ഞു, ശൗര്യക്കുട്ടിക്ക് സർബത്ത് കൊടുക്കാഞ്ഞിട്ടാ. എമിലിയുടെ നെറ്റി ചൊളിഞ്ഞു. അവന് സർബത്ത് വാങ്ങിക്കൊടുത്തില്ലേ? സർബത്തും കൊടുത്തില്ല, ലഡുവും കൊടുത്തില്ല, ജിലേബിയും കൊടുത്തില്ല, ഡെന്നിച്ചൻ ഉത്സാഹത്തോടെ ബോധിപ്പിച്ചു. എമിലിയുടെ നോട്ടം വിൻസിയുടെ നേർക്ക് തിരിഞ്ഞു. അതെന്താടി നീ അങ്ങനെ ചെയ്തേ? വിൻസി ഒന്ന് പതറി. ആ നേരത്ത് അവൻ്റെ മുടി വെട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഡെന്നിച്ചന് സർബത്ത് വേണമെന്ന് പറഞ്ഞ് വലിയ ബഹളം. സർബത്ത് വാങ്ങിക്കൊടുത്തപ്പോൾ അവൻ ലഡുവും ജിലേബിയും വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ്. നാണക്കേടല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാ. നീ ശൗര്യക്കുട്ടിക്ക് വാങ്ങിക്കൊടുത്തോന്നാ ചോദിച്ചേ? അതല്ലേ ആദ്യമേ പറഞ്ഞത്, ആ നേരത്ത് അവൻ്റെ മുടി വെട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നെന്ന്. അത് കഴിഞ്ഞപ്പോൾ നീ വാങ്ങിച്ചു കൊടുത്തോ? അപ്പോഴേക്കും ഞങ്ങൾ ബേക്കറി കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നില്ലേ? ഇനി എൻ്റെ കടയിൽ കയറിപ്പോകരുതെന്ന് ബേക്കറിക്കാരൻ നിൻ്റെ അടുത്ത് പറഞ്ഞോ? ശൗര്യക്കുട്ടി സർബത്ത് വേണമെന്ന് പറഞ്ഞേയില്ല. ഞാൻ വിചാരിച്ച് വേണ്ടായിരിക്കുന്നു. നീ അവൻ്റെ അടുത്ത് ചോദിച്ചോ വേണോന്ന്? വേണമെങ്കിൽ പറയണ്ടേ? ഡെന്നിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ വാങ്ങിച്ചു കൊടുത്തേ. എനിക്ക് മനസ്സിലായിടി, നിന്നെ ഞാൻ ഇന്നലെയും അല്ലല്ലോ കാണുന്നേ. ആ കണക്കായിപ്പോയി. ശൗര്യക്ക് സർബത്തും ജിലേബിയും വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചി എന്നെ കാശൊന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ, പിന്നെന്താ? നീ അനുഭവിക്കുമെടി, ആ കൊച്ചിനോട് ചെയ്യുന്ന നീതികേടിന് നീ എണ്ണി എണ്ണി അനുഭവിക്കും. അവസാനം അവൻ്റെ മുമ്പിൽ നീ കൈ നീട്ടേണ്ടി വരും ഒരു സഹായത്തിന്. എൻ്റെ പട്ടി കൈ നീട്ടും അവൻ്റെ മുമ്പിൽ. അന്ന് ഞാൻ തന്നെ ഞെരടിച്ചാകും. അതും പറഞ്ഞ് വിൻസി വീടിനുള്ളിലേക്ക് കയറിപ്പോയി. എമിലി ശൗര്യയുടെ അടുത്ത് ചെന്ന് അവൻ്റെ കുറ്റിത്തലമുടിയിൽ തലോടി. എൻ്റെ ശൗര്യക്കുട്ടിക്ക് അമ്മ വാങ്ങി തരൂലോ സർബത്തും ജിലേബിയും ലഡും. അടുത്ത പെരുന്നാൾ വരട്ട്. ശൗര്യക്കുട്ടിക്ക് അത്രയും മതി. അവൻ്റെ സങ്കടങ്ങളെല്ലാം പോയി. എമിലി അവനെ കുളിപ്പിച്ച് അലക്കി ഉണക്കിയ നിക്കറും ബനിയനും ഇടിവിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് ശൗര്യക്കുട്ടിക്ക് തൻ്റെ തലയുടെ രൂപം മനസ്സിലായത്. ബാർബർ ഷോപ്പിൽ വെച്ച് അവന് കണ്ണാടിയിൽ നോക്കണമെന്ന് തോന്നിയത് കൂടിയില്ല. ഇടത് കൈയിൽ മുഖക്കണ്ണാടി പിടിച്ച് അവൻ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. ഒരു മൊട്ടത്തല. അതിലൂടെ കൈ ഒടിച്ചപ്പോൾ ഉള്ളം കൈയിൽ അരം കൊള്ളുന്ന പോലൊരു രസം. ശൗരി കടപ്പുറത്ത് ചെന്നപ്പോൾ അവനെ ആരൊക്കെയോ മൊട്ടത്തലയ എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ച മുതിർന്നവരുടെ നേർക്ക് അവൻ മുഖം കറുപ്പിച്ചു. അയൽക്കാരായി ചില കുട്ടികൾ മൊട്ടത്തലയ എന്ന് വിളിച്ചപ്പോൾ അവൻ പോടാ പട്ടി എന്ന് തിരിച്ചു വിളിച്ചു.
ഡെന്നിച്ചൻ്റെ മൊട്ടത്തലയൻ വിളിക്കും അവൻ അങ്ങനെ തന്നെ പ്രതികരിച്ചു. മറിയമ്മ മകൻ റോളിയെയും കൂട്ടി എമിലിയുടെ അടുക്കൽ പരാതിയുമായിട്ട് വന്നു. റോളിയെ ശൗരി പട്ടി എന്ന് വിളിച്ചത്രേ. റോളിക്ക് ശൗരിയുടെ ഇരട്ടിയിലധികം പ്രായമുണ്ട്. റോളി ചേട്ടായി എന്ന് മാത്രമേ ശൗരി ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ബഹുമാനിക്കേണ്ട റോളിയെ ശൗരി പട്ടി എന്ന് വിളിച്ചെങ്കിൽ അത് നല്ല കീഴ്വഴക്കമല്ല, മുളയിലെ നുള്ളണം. ഇതാണ് മറിയമ്മയുടെ ആവശ്യം. നീ റോയി ചേട്ടായിയെ പട്ടിയെന്ന് വിളിച്ചോടാ? എമിലി ശൗരിയെ വിളിച്ചു ചോദിച്ചു. വിളിച്ച്. ശൗരി കുറ്റം സമ്മതിച്ചു. എന്തിനാ അങ്ങനെ വിളിച്ചേ? എന്നെ മൊട്ടത്തലയാന്ന് വിളിച്ചിട്ടാ. അതെന്തിനാ റോളി നീ അങ്ങനെ വിളിച്ചേ? എമിലി ചോദിച്ചു. അങ്ങനെ വിളിച്ചാൽ എന്നാ തെറ്റ്? മറിയമ്മ ചോദിച്ചു. ഇവൻ്റെ തല മൊട്ടത്തലയാണല്ലോ, പക്ഷേ റോളി പട്ടിയാണോ? അല്ല. സംഭവം ശരിയാണ്. ശൗരിയുടെ തല കണ്ടാൽ ആരും മൊട്ടത്തലയ എന്ന് കളിയാക്കി വിളിച്ചു പോകും. 2 ആഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ. അപ്പോഴേക്കും മുടി വളരും. അതിൻ്റെ പേരിൽ എന്തിന് അയൽക്കാരുമായി വഴക്ക് എന്ന ചിന്തയിൽ എമിലി ശൗരിയെ ശകാരിച്ചു. ഇനി നീ അവനെ പട്ടിയെന്ന് വിളിക്കരുത്. എന്നെയും പട്ടിയെന്ന് വിളിച്ചു. ഡെന്നിച്ചൻ പരാതിപ്പെട്ടു. ഡെന്നിച്ചനെയും പട്ടിയെന്ന് വിളിക്കണ്ട. അപ്പോൾ ആൻ്റപ്പൻ്റെ മകൻ ടോണിയും പരാതിപ്പെട്ടി തുറന്നു. എന്നെയും വിളിച്ചു പട്ടിയെന്ന്. അതോടെ എമിലി ഒരു ആജീവനാന്ത വിലക്ക് കൽപ്പിച്ചു. ഇനി ആരെയും പട്ടിയെന്ന് വിളിക്കരുത്. ഒരാളെയും വിളിക്കണ്ട. അങ്ങനെ കേട്ട അന്ന് നിന്റെ തൊട ഞാൻ അടിച്ചു പൊട്ടിക്കും. അടുത്ത നിമിഷം ശൗരി ഒറ്റ അലർച്ച. എടാ പട്ടി പട്ടി. എമിലി ഞെട്ടിപ്പോയി. എല്ലാവരും ശൗരിയെ നോക്കി. ശൗരി പല്ല് കടിച്ച് ചീറിക്കൊണ്ട് റോളിയുടെ അടുത്തേക്ക് ചെന്നു. എടാ പട്ടി പട്ടി. റോളിയുടെ വീട്ടിലെ പട്ടി റോളിയുടെ കാൽച്ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ നേർക്കാണ് ശൗരിയുടെ അലർച്ച. ശൗര്യക്കുട്ടിയെ പരിചയമുള്ളതുകൊണ്ട് ആദ്യം അത് വാലാട്ടി സൗഹൃദം പ്രകടിപ്പിച്ചു. പക്ഷേ ശൗര്യയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സംഗതി അത്ര പന്തിയല്ലെന്ന് പട്ടിക്ക് തോന്നി. പട്ടിയുടെ നേർക്ക് ആക്രോശിക്കുകയാണ് ശൗരി. എടാ പട്ടി പട്ടി പട്ടി. പോടാ പട്ടി പട്ടി. പട്ടി പട്ടി. പട്ടി 2 ചുവട് പിന്നോക്കം നീങ്ങി. പിന്നെയും ശൗരി ചെല്ലുന്നത് കണ്ട് തിരിഞ്ഞ് അല്പം വേഗത്തിൽ നടന്നു. അപ്പോഴും അലറിക്കൊണ്ട് ശൗരി പിന്നാലെ ചെന്നു. റോളിയുടെ പട്ടി ഓട്ടം പിടിച്ചു. അത് നോക്കി അന്തം വിട്ട് നിന്ന മറിയമ്മ മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞു. അവൻ്റെ കലി കണ്ടാ? പട്ടീന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് നാക്കെടുത്തില്ല. അടുത്ത ദിവസം റോളിയും ഡെന്നിച്ചനും ടോണിയും സെറ്റ് കൂടി ശൗരിക്കുട്ടിക്കെതിരെ പരാതിയുമായി വന്നു. ഞങ്ങളെ ശൗരിക്കുട്ടി പിന്നെയും വിളിച്ചു. ടോണി പറഞ്ഞു, പട്ടീന്ന് വിളിച്ചോ? എമിലി തിരുക്കി. പട്ടീന്ന് വിളിച്ചില്ല. പിന്നെ പോട പട്ടാന്ന്. എല്ലാരെയും ഇപ്പം അങ്ങനെ വിളിക്കണേ, പട്ടാന്ന്. പട്ടയോ? എമിലിക്ക് തമാശ തോന്നി. എന്ന് വെച്ചാൽ എന്താ? ആ ഞങ്ങൾക്കറിയൂല. ദേ ഡെന്നിച്ചനെയും പട്ടാന്ന് വിളിച്ചു. അപ്പോഴേക്കും അവർക്ക് പിൻബലമായി മറിയമ്മ എത്തി. അതവൻ കരുതിക്കൂട്ടി വിളിക്കുന്നതാ എമിലി. ചേച്ചി അങ്ങനെ പറഞ്ഞ എങ്ങനാ? പട്ടാന്ന് വെച്ചാൽ എന്താ? ആനയ്ക്ക് കൊടുക്കുന്ന തീറ്റിക്ക് പട്ട എന്ന് പറയാറുണ്ട്. അരയ്ക്ക് കെട്ടണ വള്ളിക്ക് പട്ട എന്ന് പറയും. പിന്നെ കുടിക്കണ ചാരായത്തിനും പട്ട എന്ന് പറയുമായിരുന്നു. അതിപ്പം ഇല്ലല്ലോ. അവൻ മനഃപൂർവ്വം വിളിക്കണതാ എമിലി. പട്ടീന്ന് തന്നെയാ അവൻ വിളിക്കണേ. പട്ടീന്ന് വിളിക്കല്ലെന്ന് എമിലി വിലക്കിയത് കാരണം അവൻ പട്ടിയുടെ വള്ളി എടുത്ത് കളഞ്ഞു. അത്രയുള്ളൂ. വിളി പട്ടീന്ന് തന്നെയാ. അവൻ്റെ കള്ളസൂത്രമാ ഇത്. അതിനൊന്നും ചോദിക്കാനും പറയാനും നിൽക്കല്ലേ ചേച്ചി. ഓരോ വാക്കിനും വള്ളിയും പുള്ളിയും ഒക്കെ വച്ചേക്കണത് അതിനർത്ഥം കിട്ടാൻ വേണ്ടിയാ. വള്ളിയും പുള്ളിയും ഇല്ലാത്ത വാക്കിന് ഓരോരോ അർത്ഥമുണ്ടെന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വന്നാ എനിക്കൊന്നും പറയാനില്ല. അവനെ മൊട്ടയെന്ന് വിളിച്ചിട്ടാണല്ലോ അവൻ പട്ടയെന്ന് വിളിക്കണത് അല്ലേ ചേച്ചി? ചേച്ചിക്ക് വേറെ ഒരു പണിയുമില്ലേ? മറിയമ്മയ്ക്ക് ഒന്നും പറയാനില്ല. വള്ളിയില്ലാത്ത വാക്കിന് ന്യായവും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ പോയി കഴിഞ്ഞപ്പോൾ എമിലി ശൗരിയെ വിളിച്ചു ചോദിച്ചു, എന്താടാ പട്ടാന്ന് വെച്ചാ? ആ. ശൗരി 2 കൈയും മലർത്തിക്കാട്ടി. അവനറിയുകയേയില്ല. നീ പിന്നെ എന്നത്തിനാ പട്ടാന്ന് വിളിക്കണേ? ആ അതും അവനറിഞ്ഞുകൂടത്രേ. നിന്റെ സൂത്രം ആർക്കും അറിഞ്ഞുകൂടാന്ന് വിചാരിക്കണ്ട കേട്ടോ. പട്ട. ശൗരി കാറ്റത്തിളങ്ങുന്ന കരിയിലകളെ നോക്കി കൈകൾ പിറകിൽ കെട്ടി നിന്നു. അംഗൻവാടിയിൽ പോകേണ്ട ദിവസമായപ്പോഴേക്കും ശൗരിയുടെ ഉത്സാഹം ക്രമേണ കെട്ടടങ്ങി. അവൻ അംഗൻവാടിയിൽ പോകണ്ട. അമ്മയോടൊപ്പം കടപ്പുറത്തും ചായക്കടയിലും ചുറ്റിപ്പറ്റി നടന്നാൽ മതി. LKGയിൽ ചേർക്കേണ്ട പ്രായമാ. അതിനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടാ അങ്കണവാടി മതിയെന്ന് വെച്ചത്. എമിലി ദേഷ്യത്തോടെ പറഞ്ഞു. ജാനറ്റും ഡെന്നിച്ചനും 3-ാം വയസ്സ് മുതൽക്കേ അംഗൻവാടിയിൽ പോയി. പിന്നെ LKGയിലും UKGയിലും പോയി. നിനക്ക് ഒരിടത്തും പോകണ്ട അല്ലേ? പൂച്ചയ്ക്ക് കയറിട്ട് കൊണ്ടുപോകുന്നത് പോലെയാണ് ശൗരിയെ അംഗൻവാടിയിൽ എത്തിച്ചത്. അവിടെ ചെന്നപ്പോൾ അവനാണ് ഏറ്റവും മുതിർന്ന കുട്ടി. മറ്റു കുട്ടികൾക്ക് 2.5-യും 3-ഉം 3.5-യും ഒക്കെയാണ് പ്രായം.
ശൗര്യയെ അങ്കണവാടിയിൽ വിട്ട് ടീച്ചറെ ചുമതലയേൽപ്പിച്ചിട്ട് എമിലി തിരികെ പോന്നു. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞണ്ണ ചോദിച്ചു, നീ തിരിച്ചു പോന്നപ്പോൾ അവൻ ബഹളം വെച്ചില്ലേ? അവിടെ നിൽക്കാൻ മടിയായിരുന്നു. ഞാൻ ഇരുത്തിയിട്ട് പോന്നു. മടിയൊക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. എമിലി ചായക്കടയിലേക്ക് പോയി. ചായ കുടിക്കാൻ വന്നപ്പോൾ ജെറമി ചായൻ അവളോട് ചോദിച്ചു, ഇന്ന് ശൗര്യക്കുട്ടീനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? അവനെ പഠിക്കാൻ വിട്ടു അങ്കണവാടിയിൽ. അവനതിൻ്റെ പ്രായം കഴിഞ്ഞില്ലേ? അങ്കണവാടി പഠിച്ചിട്ട് അവൻ നേരെ സ്കൂളിലോട്ട് പോട്ട്. LKGയിലും UKGയിലും വിടണില്ല. അവിടെ പഠിച്ചില്ലെങ്കിൽ അടിത്തറ കിട്ടുമോ എമിലി? എല്ലാ പിള്ളേരും LKGയും UKGയും കഴിഞ്ഞിട്ടല്ലേ 1ാം ക്ലാസ്സിലോട്ട്. ശൗര്യയ്ക്ക് അത്രയും അടിത്തറ മതി ജെറമിച്ചായ. അവനെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പം ഇംഗ്ലീഷും മലയാളവും അക്ഷരവും അക്കവും അറിയത്തില്ലെങ്കിൽ അവർ പുറത്താക്കും. ജെറമിച്ചായൻ മുന്നറിയിപ്പ് നൽകി. അവൻ്റെ തലയെ ആവശ്യത്തിന് മിച്ചവും ബുദ്ധിയുണ്ട് ജെറമിച്ചായ. അവനെല്ലാം പഠിച്ചോളും. എല്ലാവരെയും കൂടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? നീ കച്ചവടത്തിൽ നിന്ന് കിട്ടണ പൈസയൊക്കെ എന്ത് ചെയ്യുക? കൂട്ടി വയ്ക്കുക ജെറമിച്ചായ. കുറേ കൂട്ടി വച്ചിട്ട് വേണം ആ കാശ് അട്ടിയിട്ട് ശ്രീലങ്കയിലോട്ട് ഒരു ചിറ കെട്ടാൻ. കുറച്ചുകൂടെ തികയാനുണ്ട്. നീ എന്നെ കളിയാക്കിയതല്ലേടി? അല്ല ജെറമിച്ചായ, മാസത്തിൽ പകുതി മുക്കാലും ദിവസം കടലിപ്പണിയില്ല. വള്ളക്കാർ രാവിലെ മുതൽ തെങ്ങും ചോട്ടിലിരുന്നുകൊണ്ട് ചീട്ടുകളിയാ. കടലിപ്പണി ഉണ്ടെങ്കിലല്ലേ കരയ്ക്ക് വള്ളമെടുക്കൂ. കരയ്ക്ക് വള്ളവും മീനും വന്നാലല്ലേ കച്ചവടത്തിന് ആളുകൾ വരൂ. ആളുകൾ വന്ന് എൻ്റെ ചായക്കടയിൽ കയറിയാലല്ലേ എൻ്റെ പെട്ടിയിൽ കാശ് വീഴൂ. ഇപ്പം കടലിപ്പണിയുണ്ടോ? ഇല്ലല്ലോ. സംഗതി ശരി തന്നെയെന്ന് ജെറമിച്ചായൻ തലകുലുക്കി. എന്നാലും എമിലിയെ, ശൗര്യയെ 4-5 ക്ലാസ് പഠിപ്പിച്ചാൽ മതി കേട്ടോ. അവൻ കടലിപ്പണിക്ക് വരട്ടെ. 6 കൊല്ലം കഴിയുമ്പോൾ അവന് കടലിപ്പണിക്ക് ഇറങ്ങാം. അപ്പോഴേക്ക് വയസ്സ് 10 കഴിയും. അവനുണ്ടല്ലോ ശൗരി, അസ്സല് മുക്കുവനാ. അവൻ കടലിൽ നിന്ന് പൊന്നു വാരും എമിലിയെ. വേണ്ട, ആ പൊന്ന് എനിക്ക് വേണ്ട. ഈ കടപ്പുറത്തെ എല്ലാ അമ്മമാരും എന്തിനാ മക്കളെ സ്കൂളിൽ വിടണേ? കടലിൽ നിന്ന് പൊന്നു വാരാനാ? അല്ല, അവനാൻ്റെ മക്കൾക്ക് വെയിലും മഴയും കൊള്ളാത്ത ഉദ്യോഗം കിട്ടാൻ വേണ്ടിയല്ലേ, അല്ലാണ്ട് കടലിപ്പണിക്ക് വിടാനാ? എമിലി അപ്പറഞ്ഞത് ശരിയാണെന്ന് ജെറമിച്ചായൻ തലയാട്ടി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, എന്നാലും എമിലിയെ, അവൻ ലക്ഷണമൊത്ത മുക്കുവനാ. അവനിപ്പോൾ കടലിൽ ചാടി നീന്തണ കണ്ടിട്ടുണ്ടോ എമിലി? കൊമ്പൻ മാറി നിൽക്കും അവൻ്റെ വരവ് കണ്ട. ഉദ്യോഗം പഠിക്കാൻ പോയാൽ എന്നാ കിട്ടും എമിലിയെ? കടലിൽ കിടക്കണ സ്വത്തിനും പണത്തിനും അളവുണ്ടോ? ലക്ഷങ്ങൾ വാരാം. ആരോടും ചോദിക്കണ്ട, ആരുടെ ഉത്തരവ് കേൾക്കണ്ട, ആരെയും കണക്ക് ബോധിപ്പിക്കണ്ട. കടലിൽ നിന്ന് ലക്ഷങ്ങൾ വാരിയ ഒരാളെ കാണിച്ചതാ ജെറമിച്ചായന് പറ്റുവാ? ഇല്ലല്ലോ. വലിയ ബോട്ടുകാർ വാരിക്കൊണ്ടുപോയിട്ടുണ്ടാവും. ഏത് വള്ളക്കാരനാ, ഏത് കടലിൽ പണിക്കാരനാ കടലിൽ നിന്ന് വാരി ലക്ഷപ്രഭുവായത്? എൻ്റെ ആഞ്ചലോ ചായൻ നല്ല ഒന്നാന്തരം മുക്കുവനായിരുന്നു. വള്ളവും വലയും ഇഞ്ചനും ഒക്കെ സ്വന്തമായിട്ട് സമ്പാദിച്ചു. എന്നിട്ടെവിടെ? അതിപ്പോൾ ഒരപകടം സംഭവിച്ചിട്ടല്ലേ എമിലി? അല്ലെങ്കിൽ ഇപ്പോൾ ആഞ്ചലോ ആരായിരുന്നേനെ? അപകടം ഉണ്ടായല്ലോ ഇല്ലേ? കടലിൽ പണിക്ക് പോണ ഒരു മക്കളുടെയും അമ്മമാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ജെറമിച്ചായ. പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി, എൻ്റെ മക്കളെ ഞാൻ കടലിൽ പണിക്ക് വിടൂല. അവർ പഠിച്ച് എന്തെങ്കിലും ചെറിയ ജോലി നോക്കി കരയ്ക്ക് ജീവിച്ചാൽ മതി. എല്ലാ അമ്മമാരുടെയും പോലെ എമിലിയുടെയും സ്വപ്നമാണത്. അതിനു വേണ്ടിയാണ് അവൾ ഈ കടപ്പുറത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശൗര്യക്കുട്ടിയുടെ ചെറിയ സേവനങ്ങൾ എമിലിയുടെ പല പോരായ്മകളെയും നികത്തിയിട്ടുണ്ട് എന്ന സത്യവും നിഷേധിക്കാവുന്നതല്ല. കടലിൽ പണിയും കരയ്ക്ക് മീൻ വരവും ഉള്ള ദിവസങ്ങളിൽ കരയ്ക്കുള്ള മീൻ എത്തിക്കുന്നത് ശൗര്യയാണ്. കടപ്പുറത്ത് മീനുമായി വള്ളമെടുക്കുമ്പോൾ അവൻ ഒരു കൊച്ചു വട്ടിയുമായി വള്ളത്തിനരികെ ചെല്ലും. കോരുകാർ വള്ളത്തിൽ നിന്ന് കുട്ടയിൽ മീൻ കോരി നിറച്ച് തലയിലേറ്റുമ്പോൾ അതിൽ നിന്ന് 4-5 മീനുകൾ കൊഴിഞ്ഞ് കടലിൽ വീഴും. അരയ്ക്ക് മീതെ ആഞ്ഞടിക്കുന്ന തിരയിൽ നിന്ന് അത് തപ്പിയെടുക്കാൻ തിരയിൽ നീന്താൻ നിപുണരായ തമിഴത്തി പെണ്ണുങ്ങൾക്ക് പോലും കഴിയാറില്ല. പക്ഷേ ശൗര്യക്കുട്ടി അതെല്ലാം മുങ്ങിത്തപ്പിയെടുത്തിരിക്കും. പരിചിതരായ വള്ളക്കാർ അവൻ്റെ വട്ടിയിൽ കുറച്ച് മീൻ കോരിയിട്ട് കൊടുക്കുകയും ചെയ്യും. ശൗര്യവും കടലുമായി ചങ്ങാത്തം കൂടിയ ശേഷം എമിലിക്ക് ഒരിക്കലും മീൻ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടില്ല. ചെല്ലിക്കടപ്പുറത്ത് മീൻ പണിയുണ്ടെങ്കിൽ കറിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടിയും വന്നിട്ടില്ല എമിലിക്ക്. എന്നാലും ശരി, ശൗര്യയെയും ഡെന്നിച്ചിനെയും എമിലി കടലിൽ പണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഉച്ചയായപ്പോൾ കുഞ്ഞണ്ണ എമിലിയെ തിരക്കി ചായക്കടയിൽ വന്നു. എടി എമിലിയെ, ശൗര്യക്കുട്ടിയെ തിരക്കി അങ്കണവാടി ടീച്ചർ വന്നേക്കണ്. ശൗര്യക്കുട്ടീനെ കാണാനില്ലാന്ന്. എമിലിയുടെ നെഞ്ചിൽ ഒരു ഇടിവാൾ പുളഞ്ഞു വീണു.
കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവൾ വീട്ടിലേക്ക് ഓടി. അങ്കണവാടി ടീച്ചർ മുറ്റത്ത് പരിഭ്രാന്തിയായി നിൽപ്പുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ലാസ് വിട്ട ശേഷം ശൗര്യയെ കണ്ടവരില്ല. കൈ കഴുകാൻ അങ്കണവാടിക്ക് പുറത്ത് ടാപ്പുണ്ട്. അവിടെ ഉച്ചയ്ക്ക് വല്ലാത്തൊരു തിക്കും തിരക്കുമാണ്. ഭക്ഷണം കഴിഞ്ഞ് കുട്ടികളെ ക്ലാസ്സിലിരുത്തി എണ്ണമെടുത്തപ്പോൾ ശൗര്യയില്ല. ശൗര്യ വീട്ടിലേക്ക് പോയി കാണുമെന്ന് കരുതിയാണ് ടീച്ചർ എമിലിയുടെ വീട്ടിലെത്തിയത്. വീട്ടിലും പരിസരത്തുമെല്ലാം കുഞ്ഞന്ന നോക്കിക്കഴിഞ്ഞു. ശൗര്യയെ തേടാൻ ഇനിയൊരിടം ബാക്കിയില്ല. എമിലിയെ വിറളി പിടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കുഞ്ഞന്ന ഇതുവരെ അറിയിക്കാതെ തെരച്ചിൽ നടത്തിയത്. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുമെന്ന് കുഞ്ഞന്നയ്ക്ക് ഒരെത്തും പിടിയുമില്ല. എമിലി ശൗര്യക്കുട്ടിയെ ഉച്ചത്തിൽ പേരെടുത്ത് വിളിച്ചുകൊണ്ട് കാരക്കാട്ടുകാരുടെ തെങ്ങും പറമ്പിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. മഴക്കാലം ആരംഭിച്ചതിനാൽ തോടുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. എമിലി ശൗര്യയെ വിളിച്ച് നടക്കുന്നത് കണ്ട് പാലക്കുഴി സബാൻ പറഞ്ഞു. ശൗര്യക്കുട്ടി ചൂണ്ടയും കൊണ്ട് പൂഴിക്കടവ് തോട്ടിലേക്ക് പോണത് കണ്ട്. എമിലിക്ക് അത് കേട്ടതോടെ പേടി ഇരട്ടിച്ചു. പൂഴിക്കടവ് തോട് നിലയില്ലാ കൈങ്ങളുടേതാണ്. തോട്ടിൽ പ്രവചിക്കാനാവാത്ത അടിയൊഴുക്കുണ്ട്. മരങ്ങൾ ധാരാളമായി വളർന്ന് കാവു പോലെ കിടക്കുന്ന ഒരു പുരയിടത്തെ പിളർന്നാണ് പൂഴിക്കടവ് തോട് ഒഴുകുന്നത്. എമിലി പോകുന്ന വഴിക്ക് തന്നെ കുറ്റിച്ചെടിയിൽ നിന്ന് 2 ചില്ല ഒടിച്ചെടുത്ത് ഇല കളഞ്ഞ് അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടന്നത്. വൻമരങ്ങളും കുറ്റിക്കാടും വള്ളിപ്പടർപ്പും എല്ലാം കൂടി ഒരു ഉൾവനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന സ്ഥലം. എമിലി തോട്ടുവക്കിലൂടെ നടന്നു. പൊഴിക്ക് സമീപം എത്തിയപ്പോൾ കണ്ടു തോടിൻ്റെ വിളമ്പത്ത് കുറ്റിക്കാടിനരികെ ഒരു കൊക്കിരിക്കുന്നത് പോലെ ശൗര്യക്കുട്ടി. കയത്തിലേക്ക് ചൂണ്ടയെറിഞ്ഞ് നീണ്ട ചൂണ്ടക്കണയും കയ്യിൽ പിടിച്ച് ജലപ്പരപ്പിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. എമിലി അടുത്തേക്ക് ചെല്ലുന്ന കാലച്ച കേട്ട് ശൗരി ഞെട്ടിത്തിരിഞ്ഞു. അമ്മയെ കണ്ടതും അവൻ്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറി വെളുത്തു. എമിലി അടുത്തേക്ക് ചെന്നു. ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. ശൗര്യക്കുട്ടി എണീറ്റതും അവൻ്റെ ഇടത് കൈയിൽ പിടിച്ച് തിരിച്ചു നിർത്തി തുടയിലും കാൽവണ്ണയിലുമായി നല്ല ആയത്തിൽ 4 അടി അടിച്ചു. അപ്പോഴേക്ക് ശൗര്യക്കുട്ടി കൈകാലുകളിലെല്ലാം കട്ടുറുമ്പ് കടിച്ചതുപോലെ തൂത്തുകൊണ്ട് തുള്ളിച്ചാടി പൊളഞ്ഞ് അലറിക്കരഞ്ഞു. എമിലി വീണ്ടും അടിക്കാൻ ഓങ്ങിയപ്പോൾ അവൻ 2 കൈപ്പടങ്ങളും വിടർത്തി കാറ്റാടി പോലെ വീശി കരഞ്ഞുകൊണ്ട് ചീറി. വേണ്ടമ്മേ വേണ്ട, ഇനി അടിച്ചണ്ട. നിന്നെ ഞാൻ അംഗൻവാടി വിട്ടതാണോ അതോ ചൂണ്ടയിടാൻ വിട്ടതാണോ? പറയടാ. അംഗൻവാടി. ശൗരി പിന്നെയും ചീറിക്കരഞ്ഞു. ഇതാണോ നിന്റെ അങ്കണവാടി? എമിലി വീണ്ടും ഒരെണ്ണം കൂടി പൊട്ടിച്ചു. അല്ല അല്ലമ്മേ അല്ല. ശൗരി 2 കൈകൊണ്ടും കാലുകൾ തൂത്തലറിക്കരഞ്ഞു. നിന്റെ ചൂണ്ട ഞാനിത് പണ്ടേ നശിപ്പിക്കേണ്ടതായിരുന്നു. എമിലി അവൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടക്കമ്പ് പിടിച്ചു വാങ്ങി. ശൗരി പെട്ടെന്ന് ചൂണ്ടനൂലിൽ കയറി പിടിച്ചു. ഇല്ല, നിനക്കിത് വേണ്ട. നിന്നെ ഞാൻ ശരിയാക്കി തരാം. എമിലി അവൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടനൂലിൻ്റെ പിടുത്തവും വിടുവിച്ചു. ചൂണ്ടയും നൂലും കമ്പും എല്ലാം കൂടി കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നീ ചൂണ്ടയ്ക്ക് പോണത് എനിക്കൊന്ന് കാണണം. ശൗരി കയത്തിൽ വീണ ചൂണ്ട നോക്കി. അമ്മയുടെ കത്തി കാണുന്ന മുഖത്തേക്ക് നോക്കി. പിന്നെയും കയത്തിലേക്ക് നോക്കി. ചൂണ്ട പതിയെ ഒഴുകി നീങ്ങുന്നു. ശൗരി പിന്നെ ഒന്നും ആലോചിച്ചില്ല. തോട്ടുവക്കത്തു നിന്ന് ഒരൊറ്റ കുതിപ്പ്. അയ്യോ എന്ന് നിലവിളിച്ച് നടുങ്ങി എമിലി നെഞ്ചത്ത് കൈവയ്ക്കുമ്പോഴേക്കും ശൗരി കയത്തിലേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു. എമിലിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. കാലുകൾ കുഴഞ്ഞു. എമിലി തല ചുറ്റി വീണു. തണുത്ത വെള്ളം മുഖത്തേക്ക് വീണപ്പോൾ എമിലി കണ്ണു തുറന്നു. തോട്ടുവക്കത്ത് വീണ് കിടക്കുകയായിരുന്നു അവൾ. ശൗരി അടുത്തിരുന്ന് കുലുക്കി വിളിക്കുന്നുണ്ട്. അവൻ്റെ നനഞ്ഞ ദേഹത്ത് നിന്നാണ് അവളുടെ മുഖത്തേക്ക് വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്നത്. എമിലി വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും ശൗരിയെ നോക്കി. അവൾ എഴുന്നേറ്റിരുന്നു. ചോലമരങ്ങളുടെ ഇളമയ്ക്ക് കീഴിൽ വിശാലമായ കുളം പോലെ പരന്നു കിടക്കുന്ന കയത്തിലേക്കും ശൗര്യയുടെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. അവൻ്റെ ഒരു കൈയിൽ ചൂണ്ടയുണ്ട്. മറ്റേ കൈകൊണ്ട് അവൻ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ മാറ്റി വച്ചിരുന്ന മീൻ കോർമ്പൽ അവനെടുത്തു. അവയിൽ സാമാന്യം വലിയ 2 വാളയടക്കം ചെറുതും വലുതുമായ 8-10 മത്സ്യങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. പോകാം, അവൻ അമ്മയോട് പറഞ്ഞു. അത് വേറൊരു ശൗര്യയാണെന്ന് എമിലിക്ക് തോന്നി. തന്നെക്കാളും മുതിർന്ന, തന്നേക്കാൾ കാര്യവിവരവും ധൈര്യവുമുള്ള ഒരു ശൗരി. താൻ അടി കൊടുത്തപ്പോൾ കാറിക്കരഞ്ഞ് പുളയുകയും വേണ്ടമ്മേ തല്ലണ്ട എന്ന് കെഞ്ചുകയും ചെയ്ത ശൗര്യയെയല്ല അവനെ കാണാനേയില്ല. മീൻ കോർമ്പലും ചൂണ്ടയുമായി ശൗരി മുൻപേ നടന്നു. എമിലി ഒന്നും മിണ്ടാതെ അവൻ്റെ പുറകെയും. വീട്ടിൽ കുഞ്ഞനെയും വിൻസിയും മറിയമ്മയും ഗ്രേസമ്മയും അടക്കം കുറേ അയലത്തുകാർ കൂടി നിൽപ്പുണ്ടായിരുന്നു. നീ എവിടെ ആയിരുന്നടാ ശൗര്യക്കുട്ടിയെ? കുഞ്ഞന്ന അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു.
അവൻ ഒന്നും പറയാതെ മീൻ കോർമ്പൽ കുഞ്ഞനിയുടെ നേർക്ക് നീട്ടി. ഇതെവിടുന്നാ? ശൗര്യ ആ ചോദ്യം കേൾക്കാത്ത പോലെ ചുണ്ടയുമായി നേരെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അവൻ ഈ പെണ്ണുങ്ങളോടൊന്നും കാര്യകാരണങ്ങൾ വിശദീകരിക്കാൻ നേരമില്ല. അവനെവിടെയായിരുന്നടി എമിലി? കുഞ്ഞണ്ണ ചോദിച്ചു. പൂഴിക്കടവ് തോട്ടിപ്പോയി ചൂണ്ടയിടുന്ന്, എമിലി പറഞ്ഞു. എൻ്റെ കർത്താവേ, ആ വനം പോലെ കിടക്കുന്നിടത്തോ? അവിടൊക്കെ വലിയ കയങ്ങളല്ലേ? ഒരാൾ വീണുപോയാൽ പിന്നെ നോക്കണ്ട. അവിടെ കിടന്ന് വിളിച്ചലറിയാൽ പോലും ആരും കേൾക്കത്തില്ല. പട്ടാപ്പകല് പോലും പെണ്ണുങ്ങളാരും അങ്ങോട്ട് പോകത്തില്ലല്ലോ. കുഞ്ഞെന്നെ താടിക്ക് കൈയൂന്നി. എമിലി ഉണ്ടായ സംഭവം വിവരിച്ചു. കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. അവൻ എങ്ങനെ ധൈര്യം വന്ന്? മറിയമ്മ പൂഴിക്കടവ് തോടിൻ്റെ ദിക്കിലേക്ക് നോക്കി അത്ഭുതം കൂറി. മീനുണ്ടല്ലോ, 2 കിലോ. ഗ്രേസമ്മ കുഞ്ഞനിയുടെ മീൻ കോർമ്മൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കും ഉണ്ടല്ലോ പിള്ളേര്. അവരെ കൊണ്ട് പറ്റുമോ ഇതിലൊരെണ്ണത്തിനെ പിടിക്കാൻ? മറിയമ്മ ഇത്തവണ ശൗര്യയെപ്പറ്റി അഭിനന്ദന സൂചകമായിട്ടാണ് പറഞ്ഞത്. ജെറമി പറയാറുണ്ട്, ശൗര്യക്കുട്ടി അസല് മുക്കുവനാണെന്ന്. കുഞ്ഞെന്നെ വെളിപ്പെടുത്തി. അന്ന് രാത്രി ശൗര്യക്കുട്ടിക്ക് പുഴമീൻ കറിയും കൂട്ടിയാണ് എമിലി ചോറ് കൊടുത്തത്. അവന് മാത്രമായി 2 കഷ്ണം പൊരിച്ചും കൊടുത്തു. അവൻ്റെ കാൽവണ്ണയിലെയും തുടയിലെയും തിണർത്ത് ചുവന്ന് ചോര പൊടിഞ്ഞ പാടുകൾ കണ്ട് കുഞ്ഞെന്ന എമിലിയോട് പറഞ്ഞു. എന്നാലും നീ ഇത്രയ്ക്ക് മനസാക്ഷിയില്ലാത്തവളാണോടി? എന്നാ അടിയാ നീ കൊച്ചിനെ അടിച്ചേ? എമിലിക്കും തോന്നി ഇത്തിരി കൂടിപ്പോയിന്ന്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എമിലി ശൗര്യക്കുട്ടിയുടെ കാലുകളിൽ അടിയേറ്റ് തിണർത്ത പാടുകളിൽ കൈയൊടിച്ചു. അമ്മ അടിച്ചപ്പോൾ മോൻ ഒത്തിരി നൊന്തോടെ ചക്കരേ? അവൾ സങ്കടത്തിൽ ചോദിച്ചു. അവൻ മൂളി. ഞാനോർത്ത് അമ്മ ഇനിയും തല്ലുന്ന്. 2-4 കൂടി അവൻ പ്രതീക്ഷിച്ചതാണ്. എന്തുകൊണ്ടോ അത് കിട്ടിയില്ല. അമ്മ എന്തിനാ മോനെ തല്ലിയേ? അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട്. എന്തിനാ അമ്മയ്ക്ക് ദേഷ്യം വന്നേ? ഞാൻ ചൂണ്ടയ്ക്ക് പോയിട്ട്. എൻ്റെ മോനെ, അതുകൊണ്ടാണോടാ നിന്നെ ഞാൻ അംഗൻവാടി വിട്ടതെന്തിനാ? അക്ഷരം പഠിക്കാനല്ലേ? അവിടെ വേറെ കുറേ കുഞ്ഞുങ്ങളെ നീ കണ്ടില്ലേ? അവരും അക്ഷരം പഠിക്കാനല്ലേ വരണത്. അവരാരെങ്കിലും ചൂണ്ടയ്ക്ക് പോകണുണ്ടോ? എന്തിനാ അമ്മ അക്ഷരം പഠിക്കണത്? വലിയ ആളാവാൻ, പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാവാൻ. ഡോക്ടറെ പോലെ, എൻജിനീയറെ പോലെ, കളക്ടറെ പോലെ, പോലീസിനെ പോലെ. പോലീസിനേക്കാളും വലിയ ആളാവണം. എൻ്റെ മോൻ പഠിച്ച് വലിയ ആളാവോ? ആ, മിടുക്കൻ. എനിക്കറിയാം എൻ്റെ ശൗര്യക്കുട്ടി മിടുക്കനാണെന്ന്. പഠിച്ച് വലിയ ആളായിട്ട് എൻ്റെ മോൻ എന്ത് ചെയ്യും? എമിലി അവൻ്റെ ശിരസിൽ തഴുകിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു. ഞാൻ വലിയൊരു ബോട്ടിൽ കയറി കടലിൽ പോവും. എന്നിട്ട് മീൻ പിടിക്കും. അത് മുഴുവൻ അമ്മക്ക് തരും. എമിലിയുടെ തലോടൽ ഒരു നിമിഷം നിലച്ചു. ശ്വാസവും ഒരു മാത്ര നേരത്തേക്ക് നിന്നു. ശൗര്യക്കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു കടലാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് വിട്ടിട്ട് വേറൊരു ചിന്തയില്ല, വേറൊരു ജീവിതമില്ല. അതിൽ നിന്ന് അവനെ മെല്ലെ മെല്ലെ പിന്തിരിപ്പിക്കണം. എൻ്റെ മോൻ നല്ലോണം പഠിക്കണം കേട്ടോ? ആ, പഠിക്കാം. ഇനി അങ്കണവാടിയിൽ നിന്ന് ആരോടും മിണ്ടാതെ ചാടിപ്പോകല്ലേ കേട്ടാ? ഇല്ലമ്മ. അമ്മ അടിച്ചത് പോട്ട്, സാരമില്ലാട്ടോ അമ്മ. അമ്മ മീൻ കുട്ടിയാ ചോറിൻ്റെ കൂടെ? ആ, കൂട്ടി. നല്ലതാണോ? ആ, നല്ലതാ. അമ്മയ്ക്ക് തരാൻ വേണ്ടിയാ ചൂണ്ടയ്ക്ക് പോയത്. എമിലിയുടെ കണ്ണിലെവിടെയോ ഒരു നനവിൻ്റെ ഉറവ കിനിഞ്ഞു. അവൾ ശൗര്യക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. റെജീനയുടെ മനസ്സമ്മതമാണ്. അത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കല്യാണവും. എമിലിയുടെ മാതാപിതാക്കൾ വന്ന് കുഞ്ഞനെയും കുടുംബത്തെയും മനസ്സമ്മതത്തിനും കല്യാണത്തിനും ക്ഷണിച്ചിട്ട് പോയി. ശൗര്യക്കുട്ടി ജനിച്ച ശേഷം എമിലിയുടെ മാതാപിതാക്കൾ എമിലിയെയും കുട്ടികളെയും കാണാൻ അപൂർവമായി മാത്രമേ വന്നിട്ടുള്ളൂ. അവർക്ക് എമിലിയെപ്പറ്റി ആരോടെങ്കിലും സംസാരിക്കാൻ പോലും താല്പര്യമില്ല. കാരണം എപ്പോഴെങ്കിലും ആ സംഭാഷണത്തിൽ ശൗര്യക്കുട്ടിയും സൈമൺ മുതലാളിയും കടന്നു വരുമെന്ന് അവർക്കറിയാം. ആളുകൾക്ക് അതേപ്പറ്റി ഓർമ്മിപ്പിക്കാനും പറയാനും ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് അവർക്കറിയാം. ഒരാളുടെ പോരായ്മയിലും അപമാനത്തിലും കുത്തി വേദനിപ്പിക്കുന്നതിൻ്റെ സുഖം വർത്തമാനം കേട്ടാൽ നിസ്സാരമാണെന്ന് തോന്നിപ്പോകും. എമിലിയുടെ ആഞ്ചലോസിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ അല്ലേ? കേൾക്കുമ്പോഴേ അറിയാം അത് മറ്റെവിടേക്കോ കൊളുത്താനുള്ള വെടിമരുന്നാണെന്ന്. ആഞ്ചലോസിനെ കാണാതായിട്ട് ഇപ്പം വർഷം എത്രയാ? എമിലിയുടെ ഇളയ കുട്ടിക്ക് വയസ്സെത്രയായി? ഒളിഞ്ഞു വളഞ്ഞാണ് ആക്രമണം. ദേവസിക്കുട്ടിക്കും റോസ്ലിനും മകളെപ്പറ്റി ഉണ്ടായിരുന്ന അഭിമാനമെല്ലാം നഷ്ടപ്പെട്ടു. ആഞ്ചലോസ് ഉണ്ടായിരുന്നപ്പോൾ അവർ കൂടെ കൂടെ ചെല്ലിക്കടപ്പുറത്തെത്തി മകളെയും കുഞ്ഞുങ്ങളെയും കാണുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തുമായിരുന്നു. മകൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ കൺകുളിർക്കെ കാണാനും കൂടി വേണ്ടിയാണ് ആ വരവ്. ആഞ്ചലോസ് പോയതോടെ മകളുടെ സൗഭാഗ്യവും പോയി.
അവളും കുഞ്ഞുങ്ങളും കഷ്ടപ്പാടിലും ദുരിതത്തിലുമായി. അതോടെ ദേവസിയും റോസലിനും പിൻവലിഞ്ഞു. സന്ദർശനത്തിന് പോയാൽ മകളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കാണേണ്ടി വരും. വല്ലതും കൈ അയച്ചു കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് തികയുകയുമില്ല. അതിനിടയിലാണ് മകൾക്ക് അവിഹിത സന്തതി പിറന്നത്. അതോടെ മാനക്കേടുമായി. അങ്ങോട്ട് പോകാതിരുന്നാൽ മകളുടെ ദുരിതങ്ങൾക്ക് ദൃക്സാക്ഷിയാവുകയും വേണ്ട. അന്തേരി കുരിശിങ്കൽ വീട്ടിൽ പോയി മാതാപിതാക്കളെ സന്ദർശിക്കാറുണ്ടായിരുന്നത് എമിലിയും ആണ്ടിലൊരിക്കലോ 2 തവണയോ ആക്കി കുറച്ചു. ദേവസ്യക്കുട്ടിയും റോസലിനും കൂടി കുഞ്ഞന്നമ്മയെയും എമിലിയെയും വിൻസിയെയും റെജീനയുടെ കല്യാണത്തിനും മനസ്സമ്മതത്തിനും ക്ഷണിച്ചു. പോകാൻ നേരം റോസലിൻ എമിലിയെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, എല്ലാവരും വരണം. പക്ഷേ നിന്റെ അപ്പൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കല്യാണത്തിനും മനസ്സമ്മതത്തിനും വരുമ്പോൾ ശൗര്യക്കുട്ടിയെ കൊണ്ടുവരരുത്. നെഞ്ചിലൊരു കഠാര കുത്തേറ്റതുപോലെ തോന്നി എമിലിക്ക്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാവല്ലോ. മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ. റോസലിനും ദേവസ്യക്കുട്ടിയും തിരികെ പോയി. എവിടെയെങ്കിലും പോയിരുന്ന് പൊട്ടിക്കരയണമെന്ന് എമിലിക്ക് തോന്നി. 4 ദിവസം കഴിഞ്ഞ് റെജീന നേരിട്ട് വന്ന് കല്യാണം വിളിച്ചു. അവൾ എമിലിയോട് സ്വാതന്ത്ര്യം പറഞ്ഞു. ചേച്ചിയുടെ മനസ്സ് വിഷമിച്ചു എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ചേച്ചിക്കറിയാവല്ലോ സത്യാവസ്ഥ. മനുഷ്യന്മാരുടെ സ്വഭാവവും അറിയാവല്ലോ. ശൗര്യക്കുട്ടിയെ കൊണ്ടുവന്ന അവനെ നോക്കിയിട്ട് ആളുകൾ ചിരിക്കുകയും അടക്കം പറയുകയും ചെയ്യും. അവൻ വരില്ല നിന്റെ കല്യാണത്തിന്. പോരെ, എൻ്റെ മോന് വരാൻ പറ്റാത്ത കല്യാണത്തിന് ഞാനും വരുന്നില്ല. എമിലി ആണയിടും പോലെ പറഞ്ഞു. എൻ്റെ കല്യാണത്തിന് ചേച്ചി വരില്ലെന്നോ? എങ്കിൽ എനിക്ക് കല്യാണവും വേണ്ട. ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ മനസ്സമ്മതം പറയൂല. അത് ഉറപ്പിച്ചോ? എനിക്ക് എൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും വലുത് ചേച്ചിയാ. പറഞ്ഞു റെജീന കരഞ്ഞു. ഒടുവിൽ എമിലിക്കും കരച്ചിൽ വന്നു. കല്യാണത്തിനും മനസ്സമ്മതത്തിനും വരാമെന്ന് എമിലി സമ്മതിച്ച ശേഷമാണ് റെജീന തിരിച്ചു പോയത്. മനസ്സമ്മതത്തിൻ്റെ 2 ദിവസം മുമ്പ് റെജീന വീണ്ടും വന്നു. ഡെന്നിച്ചനെയും ജാനറ്റിനെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൾ വന്നത്. കുട്ടികൾ 2 പേരും കല്യാണത്തിന് പോകാമല്ലോ എന്ന ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി നടന്നു. അവരോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ ശൗര്യക്കുട്ടിയുടെ മുഖം വാടി. ഞങ്ങൾ കല്യാണത്തിന് പോവൂലോ, ഞങ്ങളെ ആൻറ്റി കൊണ്ടുപോവൂലോ, ഡെന്നിച്ചൻ ശൗര്യക്കുട്ടിയുടെ മുൻപിൽ വന്നു നിന്ന് ഗോഷ്ഠികളോടെ പറഞ്ഞു. റെജീന ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചു. എമിലിയോട് തലേ ദിവസം തന്നെ വരണമെന്ന് നിർബന്ധിച്ചു. ഞാൻ വരാം. തലേ ദിവസം വരില്ല. മനസ്സമ്മതം നടക്കുമ്പോൾ ഞാൻ പള്ളിയിലുണ്ടാവും. അതിനു മുമ്പ് വീട്ടിലും വരും. റെജീന അതിനെ ഖണ്ഡിച്ച് എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ എമിലി തടഞ്ഞു. ഒന്നും പറയണ്ട. എൻ്റെ മോന് ഉണ്ണാൻ പറ്റാത്ത സദ്യയൊന്നും ഉണ്ണാൻ ഞാൻ നിൽക്കൂല. റെജീന അല്പനേരം എമിലിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യ്. അവൾ ഡെന്നിച്ചനെയും ജാനറ്റിനെയും കൂട്ടി അന്ധേരിക്ക് പോയി. ശൗര്യക്കുട്ടി എമിലിയുടെ അരികെ ചെന്നു. കൈവിരലുകളിലെ നഖം നുള്ളിക്കൊണ്ട് തല താഴ്ത്തിയുള്ള അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ എമിലിക്ക് മനസ്സിലായി അവൻ എന്തോ സങ്കടം പറയാനുണ്ടെന്ന്. ശൗര്യക്കുട്ടിയെ, എന്താടാ മോനെ? എമിലി ചോദിച്ചു. എന്നെ കൊണ്ടുപോയില്ലല്ലോ. അതോ എൻ്റെ മോനെ കൊണ്ടുപോകാത്തതല്ല. അമ്മയ്ക്ക് പിന്നെ ആരാ കൂട്ട്? വെല്ലുമ്മച്ചി. അമ്മയ്ക്ക് ശൗര്യക്കുട്ടി മാത്രം മതി കൂട്ട്. വെല്ലുമ്മച്ചിക്കും കല്യാണത്തിന് പോകണ്ടേ? നമ്മളെപ്പോഴാ? നമ്മൾ പോയ വീട്ടിലാരാ? വല്ല കള്ളന്മാരും കയറൂലേ? ഞാനും എൻ്റെ ശൗര്യക്കുട്ടിയും എങ്ങും പോണില്ല. അമ്മ പോകാത്ത കല്യാണത്തിന് പോകണമെന്ന് അവനും വലിയ നിർബന്ധമില്ല. മനസ്സമ്മതത്തിൻ്റെ അന്ന് രാവിലെ കുഞ്ഞൻ എമിലിയോട് പറഞ്ഞു, നീ പൊയ്ക്കോ എമിലി, ഞാൻ ശൗര്യക്കുട്ടിയുടെ കൂടെ ഇവിടെ ഇരുന്നോളാം. വേണ്ട, അമ്മ പൊയ്ക്കോ, വിൻസിയും കൊണ്ടുപോയിക്കോ. നീയോ? നീ വരുന്നില്ലേ? ഞാൻ വന്നോളാം. വരാതിരിക്കല്ലേ, ആൾക്കാർ ചോദിക്കുകയും പറയുകയും ചെയ്യും. ഞാൻ വന്നോളാന്ന് പറഞ്ഞല്ലോ. വിൻസിയും കുഞ്ഞനെയും കൂടി 9 മണിയോടെ അന്തേരിക്ക് തിരിച്ചു. 11 മണിയായപ്പോൾ എമിലി ചൂണ്ടയെടുത്ത് ശൗര്യക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയ്ക്കിന്ന് എൻ്റെ ശൗര്യക്കുട്ടി പിടിച്ച മീൻ കൂട്ടി ചോറുണ്ണണം. ഒരു പാത്രം നിറച്ച് മീൻ കറിയും മീൻ പൊരിച്ചതും. പോയിട്ട് വാ. ശൗര്യക്കുട്ടിക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. തെങ്ങും പറമ്പിക്കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. പാമ്പുണ്ടോയെന്ന് നോക്കണം. തോട്ടുവക്കത്ത് നടക്കുമ്പോഴും സൂക്ഷിക്കണം. ശൗര്യക്കുട്ടി എല്ലാം തലകുലുക്കി സമ്മതിച്ചു. അവൻ ചൂണ്ടയുമായി പൊയ്ക്കഴിഞ്ഞപ്പോൾ എമിലി വേഗം വേഷം മാറി വീടടച്ചിട്ടു. ജംഗ്ഷനിൽ ചെന്ന് ബസ് കയറി അന്ധേരിക്ക് പോയി. അടുത്ത ഭാഗം നാളെ.